കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 593. സൂറത്തുൻ നഹൽ ആയത്തുകൾ 18 മുതൽ 35 വരെ. പേജ് നമ്പർ 930. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. വല്ലാഹു യഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ. വല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. أموات غير أحياء وما يشعرون أيان يبعثون. إلهكم إله واحد فالذين لا يؤمنون بالآخرة قلوبهم منكرة وهم مستكبرون. لا جرم أن الله يعلم ما يسرون وما يعلنون إنه لا يحب المستكبرين. وإذا قيل لهم ماذا أنزل ربكم قالوا أساطير الأولين. ليحملوا أوزارهم كاملة يوم القيامة ومن أوزار الذين يضلونهم بغير علم ألا ساء ما يزرون. قد مكر الذين من قبلهم فأتى الله بنيانهم من القواعد فخر عليهم السقف من فوقهم وأتاهم العذاب من حيث لا يشعرون. ثم يوم القيامة يخزيهم ويقول أين شركائي الذين كنتم تشاقون فيهم. قال الذين أوتوا العلم إن الخزي اليوم والسوء على الكافرين الذين تتوفاهم الملائكة ظالمي أنفسهم فألقوا السلم ما كنا نعمل من سوء بلى إن الله عليم بما كنتم تعملون. فادخلوا أبواب جهنم خالدين فيها فلبئس مثوى المتكبرين. وقيل للذين اتقوا ماذا أنزل ربكم قالوا خيرا للذين أحسنوا في هذه الدنيا حسنة ولدار الآخرة خير ولنعم دار المتقين. جنات عدن يدخلونها تجري من
تحتها الأنهار لهم فيها ما يشاءون كذلك يجزي الله المتقين الذين تتوفاهم الملائكة طيبين يقولون سلام عليكم ادخلوا الجنة بما كنتم تعملون هل ينظرون إلا أن تأتيهم الملائكة أو يأتي أمر ربك كذلك فعل الذين من قبلهم وما ظلمهم الله ولكن كانوا أنفسهم يظلمون فأصابهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون وقال الذين أشركوا لو شاء الله ما عبدنا من دونه من شيء نحن ولا آباؤنا ولا حرمنا من دونه من شيء كذلك فعل الذين من قبلهم فهل على الرسل إلا البلاغ المبين. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 594, സൂറത്തുൻ നഹൽ ആയത്ത് 18, പേജ് നമ്പർ 930. وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ എണ്ണം കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും വളരെ കരുണയുള്ളവനുമാകുന്നു. ആയത്ത് 19. വല്ലാഹു യഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ. നിങ്ങൾ രഹസ്യമാക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നു. ആയത്ത് 20. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി. അള്ളാഹുവിന് പുറമേ അവർ ആരോടെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവർ. പേജ് നമ്പർ 931. ലാ യഖ്ലുഖൂന ഷൈഅൻ. യാതൊന്നിനെയും അവർ സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ. അവർ തന്നെയും സൃഷ്ടിക്കപ്പെടുന്നവരാണ്. ആയത്ത് 21. അംവാതുൻ. അവർ, അതായത് പ്രാർത്ഥിക്കപ്പെടുന്നവർ, മരിച്ചവരാകുന്നു. ഗൈറു അഹ്യാഇൻ. ജീവനില്ലാത്തവർ. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. എപ്പോഴാണ് അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്ന് അവരറിയുകയുമില്ല. മനുഷ്യർ ബദരീങ്ങളോടും പുണ്യാത്മാക്കളോടും മുഹീദ്ദീൻ ഷേഖിനോടും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അവരൊന്നും സൃഷ്ടാക്കളല്ല, സൃഷ്ടികളാണ്, മരണപ്പെട്ടവരാണ്. അവർക്ക് കേൾക്കാനോ കാണാനോ കഴിയില്ല. ഈ പ്രാർത്ഥിക്കുന്ന കാര്യം നിറവേറ്റിക്കൊടുക്കാൻ അവർക്ക് കഴിയില്ല. ഖബറുകളിൽ നിന്ന് മഹ്ശറിലേക്ക് പോകുന്ന പോക്ക് എപ്പോഴാണെന്ന് പോലും അവർ അറിയുകയില്ല. അങ്ങനെയുള്ള അവരോട് പ്രാർത്ഥിക്കുന്നവർ മഹാപോയത്തക്കാരാകുന്നു. ആയത്ത് 22. ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരു ആരാധ്യൻ. ഫല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി. പരലോകത്തിൽ വിശ്വസിക്കാത്തവരാരോ അവർ. ഖുലൂബുഹും മുൻകിറഹ്. അവരുടെ ഹൃദയങ്ങൾ നിഷേധിക്കുന്നവയത്രേ. വഹും മുസ്തക്ബിറൂൻ. അവർ അഹങ്കരിക്കുന്നവരുമാകുന്നു. അഹങ്കാരമെന്നാൽ സത്യത്തെ നിഷേധിക്കലും ആളുകളെ താഴ്ത്തിക്കാണലുമാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മുസ്ലിം 275. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നത് പരമസത്യമാണ്. അത് ഇവർ നിഷേധിച്ചു. അത് ഉപേക്ഷിക്കാൻ ഉപദേശിച്ചവരെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു.
മരണാനന്തര ജീവിതത്തെയും നിഷേധിച്ചു. അപ്പോൾ അഹങ്കാരം പാരമ്യത്തിലെത്തി. സത്യത്തെ മനസ്സിലാക്കാൻ കഴിയാതിരിക്കലും സത്യത്തെ നിഷേധിക്കലും അവരുടെ സഹജ സ്വഭാവമാണ്. ആയത്ത് 23. ലാ ജറമ അന്നല്ലാഹ യഅലമു, നിശ്ചയമായും അല്ലാഹു അറിയുന്നു എന്നതിൽ സംശയമേയില്ല. മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവർ രഹസ്യമാക്കുന്നതും അവർ പരസ്യമാക്കുന്നതും എല്ലാം അല്ലാഹു അറിയുന്നു. മനുഷ്യർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹുവിന് സമമാകുന്നു. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, തീർച്ചയായും അഹങ്കരിക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുകയില്ല. ആയത്ത് 24. വഇദാ ഖീല ലഹും മാദാ അൻസല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് അവതരിപ്പിച്ചതെന്തെന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ, പേജ് നമ്പർ 932. ഖാലൂ അസാതീറുൽ അവ്വലീൻ, പൂർവികരുടെ കെട്ടുകഥകൾ എന്ന് അവർ പറയും. റബ്ബ് ഒന്നും ഇറക്കിയിട്ടില്ല, പണ്ടുള്ളവർ പറഞ്ഞു വന്നിരുന്ന അർത്ഥമില്ലാത്ത ഐതിഹ്യങ്ങളാണ് ഈ ഓതിക്കേൾപ്പിക്കുന്നത് എന്ന് ആ അഹങ്കാരികളായ നിഷേധികൾ പറയും. ആയത്ത് 25. ലിയഹ്മിലു ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമത്തി, അവരുടെ പാപഭാരങ്ങൾ പൂർണ്ണമായി അന്ത്യനാളിൽ അവർ ചുമക്കുന്നതിന് വേണ്ടി. അവർ മേൽപ്രകാരം പറഞ്ഞതിൻ്റെ ഫലമായി അവരുടെ കുറ്റങ്ങൾ അവർ തന്നെ ചുമക്കേണ്ടതായി വന്നു. ഈ കാരണത്താൽ പരലോകത്ത് ആ അനുഭവമുണ്ടാകുമെന്ന് സാരം. അവരങ്ങനെ ഉദ്ദേശിച്ചു ചെയ്തു എന്നല്ല. വമിൻ ഔസാരില്ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽമിൻ, യാതൊരറിവും കൂടാതെ ഇവർ വഴിപിഴപ്പിക്കുന്ന കൂട്ടരുടെ കുറ്റങ്ങളിൽ നിന്ന് അവർ ചുമക്കുവാൻ വേണ്ടി. ഇവരുടെ വാക്ക് കേട്ടിട്ട് ആരൊക്കെ വഴിപിഴച്ച് പോയിട്ടുണ്ടോ അവരുടെ എല്ലാം കുറ്റത്തിന് സമം ഈ ദുരുപദേഷ്ടാക്കൾക്ക് ലഭിക്കുന്നതാണ്. യാതൊരറിവും കൂടാതെ എന്ന് പറഞ്ഞതിൻ്റെ സാരം, ഈ ദുരുപദേശം നൽകുന്നവർ അവർ പറയും പോലെ തന്നെയാണ് കാര്യമെന്നറിഞ്ഞിട്ട് പറയുകയല്ല. ഉപദേശം സ്വീകരിച്ചവരുടെ നിലയും അങ്ങനെ തന്നെ. തക്കതായ രേഖാമൂലം ബോധ്യപ്പെട്ടത് മാത്രമേ ഉപദേശിക്കാവൂ. ഉപദേശം സ്വീകരിക്കലും അങ്ങനെ തന്നെ. മറ്റുള്ളവർ പറയുന്നത് അന്ധമായി സ്വീകരിക്കൽ ഒട്ടും ശരിയല്ല. അലാ സാഅ മാ യസിറൂൻ, ശ്രദ്ധിക്കുക, അവർ ചുമക്കുന്നത് എത്ര ചീത്ത. അവർ അവരുടെ സ്വന്തം പാപം ചുമക്കുന്നതിന് പുറമെ മറ്റുള്ളവരെ വഴിപിഴപ്പിച്ചതിൻ്റെ പാപവും ചുമക്കേണ്ടി വരുന്നു. മഹാകഷ്ടം തന്നെ. മക്കയുടെ അടുത്ത പ്രദേശങ്ങളിൽ നിന്നും മറ്റും ഹജ്ജിന് വരുന്നവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും സംബന്ധിച്ച് അതൊക്കെ കെട്ടുകഥയും ജ്യോത്സ്യവും ഭ്രാന്തും ജാലവിദ്യയും ഒക്കെയാണെന്ന് പ്രചരിപ്പിക്കാനാണ് അവർ ആസൂത്രിത ശ്രമം നടത്തിയിരുന്നത്. വലീദ് ബിൻ ഉഖ്ബ അതിന് നേതൃത്വം നൽകിയിരുന്നു. ഓരോരുത്തരും മക്കയിലെ വഴികൾ ഭാഗിച്ചെടുത്തായിരുന്നത്രേ ഈ ദുഷ്പ്രചരണം. ഉമർ മൗലവിയുടെ റഹ്മഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 595, സൂറത്തുൻ നഹൽ ആയത്ത് 26, പേജ് നമ്പർ 932. ഖദ് മഖറല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവർ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദൂതന്മാരെ എതിർക്കുവാൻ വേണ്ടി വമ്പിച്ച ഒരുക്കത്തോടെ വലിയ വലിയ പരിപാടികൾ അവരിട്ടു. അവരുടെ മനോരാജ്യത്ത് ആകാശക്കോട്ടകൾ കെട്ടി അവരുടെ പ്രവർത്തനം വിജയിക്കുമെന്നവർ വ്യാമോഹിച്ചു. ഫഅതല്ലാഹു ബുന്യാനഹും മിനൽ ഖവാഇദി, അപ്പോൾ അവരുടെ കെട്ടിടങ്ങളുടെ അടിത്തറകളിലൂടെ അള്ളാഹു വന്നു. ഫഖറ അലൈഹിമുസ് സഖഫു മിൻ ഫൗഖിഹിം, അപ്പോൾ അവരുടെ മുകളിൽ നിന്ന് മേൽപ്പുര അവരുടെ മേൽ തകർന്നു വീണു. മുന്നിൽ കൂടി ശത്രുക്കൾ വന്നാൽ കാണാമായിരുന്നു. മറ്റ് ഭാഗങ്ങളിലും അങ്ങനെ തന്നെ. ഇവിടെ വന്നത് അടിയിൽ കൂടിയാണ്. ആരാണ് വന്നതെന്നും കൂടി ആലോചിക്കുക. കെട്ടിടം തകർന്ന് തരിപ്പണമായി. അള്ളാഹു വന്നു എന്ന് പറയുമ്പോൾ ഒന്നും വ്യാഖ്യാനിക്കേണ്ട. അള്ളാഹു വന്നു എന്നു തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. എങ്ങനെയാണ് വരവ് എന്ന് ചോദിക്കേണ്ട. അള്ളാഹുവിൻ്റെ രൂപം കൃത്യമായി എങ്ങനെ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹുവിൻ്റെ വരവ് എങ്ങനെ എന്ന് ചോദിച്ചാലും കാര്യമില്ല. അള്ളാഹു വന്നു എന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. അതുമാത്രം നമ്മൾ എടുത്തു പറഞ്ഞ് മൗനം ദീക്ഷിക്കുക. ഒരു കാര്യം ഏതായാലും നമുക്ക് മനസ്സിലാക്കാം. ശത്രുക്കളുടെ തന്ത്രപ്രയോഗങ്ങൾ ശത്രുക്കൾ അറിയാതെ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അള്ളാഹു പരാജയപ്പെടുത്തും. പേജ് നമ്പർ 933.
വഅതാഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശഊൻ, അവർ അറിയാത്ത മാർഗത്തിൽ കൂടി അവർക്ക് ശിക്ഷ വരികയും ചെയ്തു. ആയത്ത് 27, സുമ്മ യൗമൽ ഖിയാമത്തി യുഖ്സിഹിം, പിന്നെ ഖിയാമത്ത് നാളിൽ അവരെ അല്ലാഹു നിന്ദ്യരാക്കും. വയഖൂലു ഐന ശുറകാഇ അല്ലദീന കുൻതും തുശാഖൂന ഫീഹിം, അവൻ പറയും, ഏതൊരു കൂട്ടരെ സംബന്ധിച്ച് നിങ്ങൾ ചേരി പിരിഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അങ്ങനെയുള്ള എൻ്റെ ആ പങ്കുകാരെവിടെ? അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ നടത്തുകയും മറ്റു ഷിർക്കിൻ്റെ കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യാമെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ പേരിൽ വിശ്വാസികളിൽ നിന്ന് ചേരിതിരിഞ്ഞ് നിങ്ങൾ മത്സരിച്ചിരുന്നല്ലോ. ആ നേർച്ചക്കാരെ അള്ളാഹുവിൻ്റെ പ്രത്യേക അവകാശത്തിൽ പങ്കുകാരാക്കിയ കൂട്ടരോട് ആ പങ്കുകാരെവിടെ എന്ന് അള്ളാഹു ചോദിക്കുന്നതാണ്. ഖാലല്ലദീന ഊതുൽ ഇൽമ ഇന്നൽ ഖിസ്യൽ യൗമ വസ്സൂഅ അലൽ കാഫിരീൻ, അറിവ് നൽകപ്പെട്ടവർ പറയും, നിശ്ചയമായും ഇന്ന് അപമാനവും കഷ്ടതയും നിഷേധികൾക്കാകുന്നു. ആയത്ത് 28, അല്ലദീന തതവഫാഹുമുൽ മലായികതു ളാലിമി അൻഫുസിഹിം, തങ്ങളോട് തന്നെ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മലക്കുകൾ മരിപ്പിക്കുന്നവരായ കൂട്ടർ, ഫഅൽഖവുസ്സലമ, അപ്പോൾ അവർ കീഴൊതുങ്ങും, മാ കുന്നാ നഅമലു മിൻ സൂ, ഞങ്ങൾ യാതൊരു തിന്മയും പ്രവർത്തിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം അവർ കീഴൊതുങ്ങാൻ തയ്യാറാകും. ബലാ ഇന്നല്ലാഹ അലീമും ബിമാ കുന്തും തഅമലൂൻ, അങ്ങനെയല്ല, നിശ്ചയമായും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. ദ്രോഹികളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അതിർത്തിയെ ലംഘിക്കലാണ് ഇവിടെ ദ്രോഹം. ആദം അലൈഹിസ്സലാം, ഹവ്വ എന്നിവർ അള്ളാഹു വിരോധിച്ച പഴം തിന്നതിനെ സംബന്ധിച്ച് പശ്ചാത്താപം രേഖപ്പെടുത്തിയപ്പോൾ ആദ്യമായി ഞങ്ങൾ ആത്മദ്രോഹം ചെയ്തു എന്ന് പറയാനാണ് അള്ളാഹു പഠിപ്പിച്ചത്. തങ്ങളോട് തന്നെ ദ്രോഹം അഥവാ അക്രമം ചെയ്തു. ദൈവിക നിയമങ്ങളുടെ എല്ലാ ലംഘനവും ആത്മദ്രോഹമാണ്. പേജ് നമ്പർ 934. അത് ചെയ്തവൻ അതിൻ്റെ കെടുതി അനുഭവിക്കും. അതുകൊണ്ടാണ് ആത്മദ്രോഹം എന്ന് പറഞ്ഞത്. ഈ വകയിൽ ഏറ്റവും കടുപ്പമേറിയ ആത്മദ്രോഹം അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നവരെ പറ്റിയുമാണ് ഈ ആയത്തുകൾ മുഖ്യമായും പറയുന്നത്. അവർ പരലോകത്ത് കീഴൊതുങ്ങിക്കൊണ്ട് മേൽപ്രകാരം പറയും, തങ്ങൾ ചെയ്തിരുന്നത് തെറ്റല്ല എന്നാണ് അവർ പറയുന്നത്. അവരങ്ങനെ പറയാൻ കാരണക്കാർ ദുർവ്യാഖ്യാനം ചെയ്ത് അവരെ പിഴപ്പിച്ചിരുന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരുമാണ്. അവരോട് മേൽപ്രകാരം മറുപടി പറയുകയും ചെയ്യും. അള്ളാഹു നമ്മെ ബോധവാന്മാരാക്കട്ടെ. ആയത്ത് 29, ഫദ്ഖുലൂ അബ്വാബ ജഹന്നമ ഖാലിദീന ഫിഹാ, അതിനാൽ നിങ്ങൾ നരകത്തിൻ്റെ വാതിലുകൾ കടന്ന് അവിടെ ശാശ്വതമായി താമസിക്കുക. ഫലബിഅസ മസ്വൽ മുതകബ്ബിരീൻ, ഫലബിഅസ മസ്വൽ മുതകബ്ബിരീൻ, അപ്പോൾ അഹങ്കാരം നടിച്ചവരുടെ താമസ സ്ഥലം എത്ര ചീത്ത. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. ആയത്ത് 30, വഖീല ലില്ലദീന തഖൗ, സൂക്ഷ്മത പാലിച്ച് ജീവിച്ചവരോട് പറയപ്പെട്ടു, മാദാ അൻസല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് അവതരിപ്പിച്ചതെന്ത്? ഖാലൂ ഖൈറ, അവർ പറഞ്ഞു ഉത്തമമായത് തന്നെ. ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന, ഇഹലോകത്ത് നന്മ ചെയ്തവർക്ക് നന്മയുണ്ടായിരിക്കും. വലദാറുൽ ആഖിറതി ഖൈർ, പരലോകത്തെ ഭവനം ഏറ്റവും ഉത്കൃഷ്ടമായതാകുന്നു. വലനിഅമ ദാറുൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിച്ചവർക്കുള്ള ഭവനം എത്ര വിശിഷ്ടം. ആയത്ത് 31, ജന്നാതു അദ്നിൻ, സുഖവാസത്തിൻ്റെ സ്വർഗത്തോപ്പുകൾ, യദ്ഖുലൂനഹ, അവയിൽ അവർ പ്രവേശിക്കുന്നതാകുന്നു. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അവയുടെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ലഹും ഫീഹാ മാ യശാഊൻ, അവരാഗ്രഹിക്കുന്നത് അവർക്കവിടെ ഉണ്ട്. കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ, സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു അപ്രകാരം പ്രതിഫലം നൽകുന്നതാകുന്നു. പേജ് നമ്പർ 935, ആയത്ത് 32.
അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീന, നല്ലവരായ അവസ്ഥയിൽ മലക്കുകൾ മരിപ്പിക്കുന്നവരായ കൂട്ടർ, യഖൂലൂന സലാമുൻ അലൈക്കും, മലക്കുകൾ പറയും നിങ്ങൾക്ക് ശാന്തി, ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് പ്രതിഫലമായി നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളുവീൻ. ആയത്ത് 33. ഹൽ യൻദുറൂന ഇല്ലാ അൻ തഅതിയഹുമുൽ മലായികതു ഔ യഅതിയ അംറു റബ്ബിക്, മലക്കുകൾ അവരുടെ അടുക്കൽ വരുന്നതോ അല്ലെങ്കിൽ നിന്റെ റബ്ബിൻ്റെ കൽപ്പന വരുന്നതോ അല്ലാതെ മറ്റു വല്ലതും അവർ കാത്തിരിക്കുന്നുവോ? കാര്യമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ആ തീരുമാനം നടപ്പിൽ വരുത്തേണ്ട സമയം കാത്തിരിക്കേണ്ടതേയുള്ളൂ. മലക്കുകൾ വരിക അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ കൽപ്പന വരിക, അതോടുകൂടി എല്ലാം അവസാനിച്ചു. കദാലിക ഫഅലല്ലദീന മിൻ ഖബ്ലിഹിം, അപ്രകാരമാണ് ഇവരുടെ മുമ്പുള്ളവരും ചെയ്തത്. വമാ ളലമഹുമുല്ലാഹു, അല്ലാഹു അവരോട് അക്രമം ചെയ്തിട്ടില്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയായിരുന്നു. ആയത്ത് 34. ഫഅസ്വാബഹും സയ്യിആതു മാ അമിലൂ, അങ്ങനെ അവർ പ്രവർത്തിച്ച ദുഷ്ഫലങ്ങൾ അവരെ ബാധിച്ചു. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവർ പരിഹസിച്ചു കൊണ്ടിരുന്ന സംഗതി അവരെ വലയം ചെയ്തു. ആയത്ത് 35. ഖാലല്ലദീന അശ്റകൂ, പങ്കാളികളെ ചേർത്തവർ പറഞ്ഞു, ലൗ ഷാ അല്ലാഹു മാ അബ്ദ്നാ മിൻ ദൂനിഹി മിൻ ഷൈഇൻ നഹ്നു വലാ ആബാഉനാ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും അല്ലാഹുവിന് പുറമെ യാതൊരു വസ്തുവിനെയും ആരാധിക്കുകയില്ലായിരുന്നു. വലാ ഹറംനാ മിൻ ദൂനിഹി മിൻ ഷൈ, അള്ളാഹുവിനെ വിട്ടുകൊണ്ട് യാതൊന്നും ഞങ്ങൾ നിഷിദ്ധമാക്കുകയുമില്ലായിരുന്നു. ചില ജീവികളെയും നേർച്ച സാധനങ്ങളെയും ഞങ്ങൾ ഹറാമാക്കിയിരുന്നത് അള്ളാഹു അതിച്ഛിച്ചത് കൊണ്ടാണ്. ഞങ്ങൾ ബഹുദൈവാരാധന ചെയ്തതും അള്ളാഹുവിൻ്റെ ഇച്ഛപ്രകാരമാണ്. അള്ളാഹുവിന് അത് അനിഷ്ടമായിരുന്നുവെങ്കിൽ തീർച്ചയായും അതൊക്കെ അവൻ തടയുമായിരുന്നു. അവൻ സർവശക്തനാണല്ലോ, അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ എന്നൊക്കെയാണ് മുശ്രിക്കുകളുടെ വാദഗതി. ഈ ബിംബാരാധനയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങളുമൊക്കെ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലാത്ത കാര്യമാണ് എന്നവർ വാദിച്ചു. പേജ് നമ്പർ 936. കദാലിക ഫഅലല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ് കഴിഞ്ഞവർ അതുപോലെ ചെയ്തിട്ടുണ്ട്. അവരുടെ ഈ വാദം മഹാതെറ്റാണ്. ബിംബാരാധന പോലെയുള്ള കാര്യങ്ങൾ അള്ളാഹു ഇച്ഛിച്ചു എന്ന് അവർ പറഞ്ഞത് ഭയങ്കര കളവാണ്, മഹാ അപരാധവുമാണ്. അള്ളാഹുവിന് അനിഷ്ടമായ കാര്യങ്ങൾ അള്ളാഹു തടയും എന്ന് പറഞ്ഞതും ശരിയല്ല. മനുഷ്യൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ സൗകര്യം കൊടുക്കലാണ് അള്ളാഹുവിൻ്റെ നയം, നിർബന്ധിക്കുകയില്ല. ഫഹൽ അലർ റുസുലി ഇല്ലൽ ബലാഗുൽ മുബീൻ, എന്നാൽ ദൈവദൂതന്മാർക്ക് വ്യക്തമായ പ്രബോധനമല്ലാതെ ബാധ്യതയുണ്ടോ? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നല്ലാതെ നിർബന്ധിച്ച് ചെയ്യിക്കുവാൻ അവർക്ക് ബാധ്യതയില്ല, അവർക്കൊട്ട് കഴിവുമില്ല. കഴിവുണ്ടായിരുന്നുവെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകൻ്റെയും ഭാര്യയുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബിൻ്റെയും പര്യവസാനം അങ്ങനെയാകുമോ? ഇതുപോലുള്ള എത്ര അനുഭവങ്ങൾ യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെ ആയിട്ടും ഔലിയാക്കൾക്ക് ഈ കഴിവുണ്ടെന്ന് വാദിക്കുന്നവരെ പോലെ വഴികെട്ടവരാരുണ്ട്?